തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് പഞ്ചായത്ത്. 1929 മാർച്ച് 24 ഈ പ്രദേശം ഒരു നവജാത ശിശുവിൻ്റെ ആഗമനത്താൽ ധന്യമായി. ആക്കോട് തറവാട്ടിലെ ഷാഹുൽ ഹമീദിൻ്റെയും അസുമ ബീവിയുടെയും 3 മക്കളിൽ രണ്ടാമനായിരുന്നു അബ്ദുൽ ഖാദർ. ചിറയൻകീഴിലെ സർക്കാർ UP സ്കൂളിലായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം. അഞ്ചാം ക്ലാസ് മുതൽ SSLC വരെ ശ്രീ ചിത്രവിലാസം ബോയ്സ് ഹൈസ്കൂളിലും. ചങ്ങനാശ്ശേരി SB കോളേജിൽ ഞാൻ പഠിച്ചിരുന്നത്. അന്ന് തിരുവനന്തപുരത്ത് ഒരു ആക്ടിംഗ് കോമ്പറ്റീഷൻ നടന്നു. ഡ്രമാറ്റിക് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ 9 മിനിറ്റ് തരും. ഈ 9 മിനിറ്റിൽ 3 രസം അഭിനയിച്ച് കാണിക്കണം: ശോകം, രൗദ്രം, ഹാസ്യം. അവസാനം റിസൾട്ട് വന്നപ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. പിറ്റേന്ന് പേപ്പറിൽ പേരൊക്കെ വന്നു, ഓരോരുത്തരായി ക്ഷണിക്കാൻ തുടങ്ങി. അന്ന് തന്നെ CA പരമേശ്വരൻ പിള്ള അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഹാവ് യു ടേസ്റ്റ് ഫോർ ഫിലിംസ്, ദെൻ ഐ വിൽ ഗിവ് എ ലെറ്റർ, യു വിൽ സീ എ ജെന്റിൽമാൻ. അപ്പൊ അതില് ഒരു പ്രാധാന്യം എന്തെന്ന് വെച്ചാല് സത്യനും ഞാനും കൂടെ അഭിനയിക്കുന്ന ഒരു പടമാണ്. ആദ്യമാണ് മിസ്റ്റർ സത്യൻ ഞാനും കൂടെ ഒരുമിച്ച് പരിചയപ്പെടുന്നതും ഒരുമിച്ച് അഭിനയിക്കുന്ന പടം. പക്ഷെ ഞങ്ങൾ റിഹേഴ്സലൊക്കെ നടത്തി വെച്ചു. അദ്ദേഹത്തിന്റെ ഒരു 2000-3000 അടി എടുത്തു മിസ്റ്റർ സത്യന്റെ. എന്റെ എടുക്കാൻ സാധിച്ചില്ല ഈ ത്യാഗസ്യം എന്ന പടത്തിൽ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് സേലത്ത് നിന്ന് ഒരു ടെലഗ്രാം കിട്ടുന്നത്, സേലം രത്ന സ്റ്റുഡിയോ. അപ്പോൾ 51 തുടങ്ങിയത് എൻ്റെ ആദ്യത്തെ പടം മരുമകൾ. 51 ഡിസംബർ 26 ആദ്യമായിട്ട് ഞാൻ ക്യാമറയെ ഫേസ് ചെയ്യുന്നത്. പടം റിലീസായി ഭയങ്കര ഫ്ലോപ്പായി പടം, വലിയ പരാജയമായി. പക്ഷേ ഇത് ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ KNK ആലപ്പുഴ ശ്രീ കുഞ്ചാക്കോ ശ്രീ കോശി 2 പേരുണ്ട്, കുഞ്ചാക്കോ കോശി, KNK. അവർ ജീവിത നൗകയൊക്കെ എടുത്ത് വലിയ പ്രസിദ്ധീകരിക്കുന്ന അവസരം. അപ്പൊ അവരുടെ നെക്സ്റ്റ് പടമാണ് വിശപ്പിന്റെ വിളി. അതിലെന്നെ നായകനായിട്ട് വിളിച്ചു. അതിൽ കോൺട്രാക്ട് സൈൻ ചെയ്തു. അത് മലയാളം, തമിഴ്, തെലുങ്ക് അങ്ങനെ 3 വർഷമാണ്. 3 ഞാൻ തന്നെ ഹീറോ. അന്ന് തെലുങ്ക് തമിഴെന്ന് പറഞ്ഞിട്ട് എന്നാലും പറഞ്ഞ് കാണാതെ പഠിക്കും. അത് കഴിഞ്ഞ് അച്ഛൻ എന്നൊരു അച്ഛൻ എന്ന് പറഞ്ഞൊരു പടം, അതും മലയാളവും തമിഴും തെലുങ്കും. 2 പടവും വലിയ ഹിറ്റ് പടമായിരുന്നു. അതോടെ തുടർച്ചയായിട്ട് പടങ്ങൾ വന്നു തുടങ്ങി. മെറിലാൻഡ് എന്നെ വിളിച്ചു, ശ്രീ P. സുബ്രഹ്മണ്യം അങ്ങോട്ട് വിളിച്ചു. അദ്ദേഹത്തിന്റെ പടത്തിൽ പോയി അങ്ങനെ തുടർച്ചയായിട്ട് അഭിനയിച്ചു. അങ്ങനെ മെറിലാൻഡും ഉദയായിട്ട് അങ്ങനെ മാറി മാറി അഭിനയിച്ചുകൊണ്ടിരുന്നു. പൈലറ്റ് വയസ്സ് കല്യാണം കഴിച്ചു. കാക്കയുടെ മുറപ്പെണ്ണിനെ കല്യാണം കഴിച്ചു. കാക്കയുടെ ഉമ്മയുടെ സഹോദരന്റെ മകളെയാണ് കല്യാണം കഴിച്ചത്. പ്രേം നസീറിനും ഹബീബയ്ക്കും പിറന്നത് 4 മക്കൾ: ലൈല, റസിയ, ഷാനവാസ്, റീത്ത. ചിറയൻകീഴിൽ പ്രേം നസീർ നിർമ്മിച്ച ഈ വസതിയിലായിരുന്നു അവരുടെ ബാല്യകാലം. ഈ കാലഘട്ടത്തിലാണ് തമിഴിലേക്കുള്ള എന്റെ ക്ഷണം. 1957 തമിഴിൽ ആദ്യത്തെ പടം തൈ പിറന്താൽ വഴി പുറക്കും എന്നുള്ളതാണ്. അന്നാണ് നമ്മുടെ ശ്രീ MGR ഞാൻ അവിടെ വെച്ച് കാണുന്നത് മെറിലാൻഡ്. അപ്പൊ MGR ഞാനുമായിട്ട് പരിചയപ്പെട്ട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം പറയും, നിങ്ങൾക്ക് എന്തിനാ ഈ മലയാളം തമിഴിലേക്കും വരാമല്ലോ, എന്തിനാ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് തമിഴൊന്നും വലിയ പിടിയില്ല. ഞാൻ എന്റെ തമിഴിൽ അടിച്ചു, ഈ തമിഴൊക്കെ മതി, സിനിമയ്ക്ക് വരാൻ ഇതൊക്കെ ധാരാളം മതി. ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുറപ്പെട്ട് ഇവിടെ വന്നു. ആ കോൺട്രാക്ട് സൈൻ ചെയ്തു. ടൈബർ എന്തായാലും വലിയ ഹിറ്റായി. തമിഴിലെല്ലാം കൂടെ 55 പടം സൈൻ ചെയ്തു. 55 പടം. ഞാൻ ഒരു പടത്തിന് വന്ന ഞാൻ ഒരു ഒറ്റ വർഷത്തിന് 55 പടം സൈൻ ചെയ്തു. ദക്ഷിണേന്ത്യൻ ഭാഷാ സിനിമകളുടെ ഹോളിവുഡായിരുന്നു അന്ന് മദിരാശി നഗരം. ഭാഗ്യാന്വേഷികളായ സിനിമാ പ്രവർത്തകരിൽ ഭൂരിഭാഗവും
വസിച്ചിരുന്നത് കോടമ്പാക്കത്തായിരുന്നു. അതിന് സമീപമുള്ള മഹാലിംഗപുരത്തെ ലേഡി മാധവൻ നായർ കോളനിയിൽ അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ ഷാനവാസ് പണിത ഈ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തായിരുന്നു പ്രേംനസീർ കുടുംബസമേതം 4 നൂറ്റാണ്ട് കാലം ജീവിച്ചത്. വലിയാക്കായാണ് പക്ഷേ എൻ്റെ വാപ്പാട് സ്ഥാനത്ത് നിന്ന് ഞങ്ങളെല്ലാം വളർത്തിയതും നോക്കിയതും വിവാഹം കഴിപ്പിച്ചതും. വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം വന്ന് അന്വേഷിക്കുകയും ഞങ്ങളുടെ മക്കളെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും എൻ്റെ മോൾക്ക് അസുഖം വന്നപ്പോൾ ഉടനെ ഇവിടെ നിന്ന് മദ്രാസിൽ വരുത്തി അവിടെ ചികിത്സിപ്പിക്കുകയൊക്കെ ചെയ്തു. എല്ലാ കാര്യങ്ങളും മെയിനായിട്ട് നോക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ മുറപ്പണ്ണിയിലെ ബാലൻ എങ്ങനെയാണ്, അതാണ് കാക്കയുടെ സഹോദരിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിക്കുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അതുപോലുള്ള മനസ്സുള്ളൊരു മനുഷ്യനാണ്. എല്ലാ സഹോദരങ്ങളുടെ കാര്യങ്ങളും എവിടെ ഇരുന്നാലും അന്വേഷിക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയും വന്ന എല്ലാ സഹോദരങ്ങളുടെ വീട്ടിൽ വരെ അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ടേ പോകും. കാക്കാക്ക് ട്രിവാൻഡ്രത്ത് ഷൂട്ടിങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കില്ല. അപ്പോൾ കാക്ക വന്നിട്ട് ഞങ്ങളിവിടെ 2-3 സിസ്റ്റേഴ്സുണ്ട്, ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വന്നാണ് ആഹാരം കഴിക്കുന്നത്. പണ്ട് ഞങ്ങളുടെ ചെറുപ്പകാലത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാക്കയുടെ മക്കളും ഞങ്ങളും എല്ലാം ചെറിയൻകീഴ് വീട്ടിലായിരുന്നപ്പോൾ കാക്ക വരുമ്പോൾ ഒരു ഉത്സവം പോലെ ഒത്തിരി മീനും അതും ഇറച്ചിയും അതും ഇതും എല്ലാം കാണും. കാക്കക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കും. കാക്ക എല്ലാത്തിൽ നിന്ന് ഇച്ചിരി കഴിച്ചിട്ട് അതിൽ വച്ചിരിക്കും പാത്രത്തിൽ. കാക്കക്ക് അറിയായിരിക്കും ഞങ്ങൾ കടിപിടി കൂടുമെന്നുള്ളത്. കാക്ക കയ്യഴുക ഇറങ്ങുമ്പോൾ ഞങ്ങൾ മക്കളും സഹോദരങ്ങളും കൂടെ ഓടി ചെന്ന് ആ പ്ലേറ്റിന് ഓരോരുത്തരും ഓരോ ഇതെടുക്കും. ചിലർ കാക്ക തിന്ന ഉറട്ടിയുടെ ബാക്കി, ചിലർ ആ മീൻ പൊരിച്ചതിൻ്റെ കഷ്ണം, ചിലർ ഇറച്ചിയുടെ കഷ്ണം, അങ്ങനെ എല്ലാം ഓരോരുത്തരും ഓരോ പങ്കെടുത്ത് അങ്ങനെ എടുക്കുന്നൊരു സ്വഭാവം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷം അങ്ങനെ എടുത്ത് കഴിക്കുമ്പോഴേ. ഷൂട്ടിങ്ങിന് പോയിട്ട് വരുമ്പോഴും ഇന്നത്തെ കാലത്തൊന്നും അതൊന്നും ആരും ചെയ്യില്ല. കാക്ക ഹൈദരാബാദിൽ പോയിട്ട് വന്നാൽ കല്ല് വെച്ച വള ഞങ്ങൾക്കെല്ലാം കൊണ്ടുവരും. എല്ലാ സഹോദരങ്ങൾക്കും വാങ്ങിച്ചു കൊണ്ടുവരും. കാശ്മീരിൽ ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ട് വന്നാൽ അവിടുത്തെ കാശ്മീർ സിൽക്ക് സാരീസ് വാങ്ങിച്ചുകൊണ്ട് തരും. അങ്ങനെയാണ് കാക്കയുടെ സ്വഭാവം. വേറെ ആർക്കും അങ്ങനെ ഇല്ല. പുള്ളി ഒരു പ്രത്യേക സ്വഭാവമുള്ള ആളാണ്. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വിലയും അവരുമായിട്ടൊക്കെ കൂടി കാണുന്നതിൽ സന്തോഷമൊക്കെ ഉള്ള ആളാണ്. ഇതൊരു പടം വരച്ചോണ്ടിരിക്കുകയാണ്. ഒരു പടം വരച്ചു വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ സീൻ തന്നെ ഞങ്ങൾ 2 പേരുള്ളൊരു സീൻ തന്നെ ഒരു ഫസ്റ്റ് നൈറ്റ് സീനായിരുന്നു. അന്ന് എനിക്കൊരു 13-13.5 വയസ്സുണ്ട്. അങ്ങേര് ഒരു അഭിനയം പഠിപ്പിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ ചിരിച്ചാൽ മതി, അങ്ങനെ ചെയ്താൽ മതി, ഒന്നും പറഞ്ഞു തരത്തില്ല. നല്ലൊരു നടൻ എന്നതിനേക്കാൾ നല്ലൊരു മനുഷ്യനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾ. എല്ലാ നടൻ നടിമാർക്കും ഇഷ്ടമാണ്, എല്ലാ ടെക്നീഷ്യൻസിനും ഇഷ്ടമാണ്, കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഇഷ്ടമാണ്. അവർ കുടുംബത്തിലുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. നല്ലൊരു സ്വഭാവമുള്ള ഒരാളാണ്. ശബ്ദിച്ച് ഞാനും എത്രയോ കൊല്ലം കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ശബ്ദിച്ച് സംസാരിച്ച് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. ശബ്ദമായിട്ട് ഒരാൾ ഒരു വഴക്ക് പറയുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേഗം വാ എന്ന് പറഞ്ഞു പോലും ഞാൻ കേട്ടിട്ടില്ല. ശരി ആശേ ശരി. ഡയറക്ടർ ഒന്ന് പറയും, സാറിൻ്റെ ഷോട്ട് അറിയാതെ പറഞ്ഞു പോയി, രാവിലെ 9 മണിക്ക് ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയി, സാർ 8 മണി മുതൽ കാത്തിരിക്കുകയാണല്ലോ, സാറിൻ്റെ ഷോട്ട് വരാൻ 12 മണിയാവും എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, സാരമില്ല, അതിനെന്താ, കുഴപ്പമില്ല, ഞാൻ അവിടെ ഇരുന്നോളാം. ഇന്നത്തെ പോലെ ഒരു കാരവാൻ വാനോ ഒന്നുമില്ല. ആ പൊള്ളുന്ന ചൂട്ടിലോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ അടിയിലോ ഇങ്ങനെ ഒരു വിശരി ഓരോ ബുക്ക് എടുത്ത് ഇങ്ങനെ വിശരികൊണ്ടിരിക്കുക. അത്രയും ഡൗൺ ടു എർത്താണ് അദ്ദേഹം. അന്നൊക്കെ പ്രൊഡ്യൂസറായിരുന്നു, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത്. ഇന്ന് നടനാണല്ലോ, ഏത് വലിയ നടന്മാരാണ് ഇപ്പോൾ എല്ലാം തീരുമാനിക്കുന്നത്. അന്ന് അങ്ങനെയല്ല, പ്രൊഡ്യൂസറായിരുന്നു തീരുമാനിക്കുന്നത്. അപ്പോൾ ഷീലിങ്ങും നസീറും ഒരുമിച്ച് അഭിനയിച്ച് അവർക്ക് നല്ല വരുമാനം ഉണ്ടാവും, നല്ല പടം കുറേ പേര് വന്ന് കാണും. അങ്ങേരും കാണാൻ നല്ലൊരു സുന്ദരനാണ്. ഞാനും ആ പ്രായത്തിലൊക്കെ കാണാൻ കുറച്ച് നന്നായിരുന്നു. മേഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരുന്നു എന്നൊക്കെ പറയും ആൾക്കാർ. 100-ലധികം ചിത്രങ്ങളിൽ ഷീലയായിരുന്നു പ്രേംനസീറിൻ്റെ നായിക. 570ഓളം സിനിമകളിൽ അഭിനയിച്ച പ്രേംനസീർ ഗിന്നസ് ബുക്കിൽ ഇടം നേടി. നെയ്യാറ്റിൻകര കോമളം, മിസ് കുമാരി, അംബിക,
രാഗിണി, പത്മിനി, ശാരദ തുടങ്ങിയവരുൾപ്പെടെ 80-ലധികം നായികമാർ. കമേഴ്ഷ്യൽ പടങ്ങളിൽ എപ്പോഴും കാശ് കിട്ടും. തിയേറ്ററിലാട് കൂടുകയാണെങ്കിൽ കമേഴ്ഷ്യൽ പടങ്ങൾ വേണം. വളരെ ആർട്ടിസ്റ്റിക്കായിട്ടും ആർട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ അതിൽ കളക്ഷൻ കുറച്ച് കുറഞ്ഞു പോകും. ഞാൻ ആ കാലഘട്ടത്തിലും നല്ല പടങ്ങൾ അഭിനയിക്കണം, നല്ല റോള് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാനും മിസ്റ്റർ സത്യനും കൂടെ പറയാറുണ്ട്. ഞാൻ മിസ്റ്റർ സത്യനോട് ചോദിക്കും, മിസ്റ്റർ സത്യൻ നിങ്ങൾക്ക് മാത്രം നല്ല റോളിൽ കിട്ടുന്നല്ലോ. പുള്ളിക്കാരൻ മിസ്റ്റർ നസീർ ഒരു കാര്യമുണ്ട്, കാരണം നിങ്ങളിപ്പോൾ യങ്ങാണ്. ഇപ്പം ഞാൻ നിങ്ങളെ കുറച്ചുകൂടെ പ്രായമുണ്ട്, എൻ്റെ ഫേസ് കുറച്ചുകൂടെ റഫും ടഫുമാണ്. എനിക്കതുകൊണ്ട് അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ അത് പറ്റില്ല. അത് കുറേയൊക്കെ കഴിഞ്ഞെങ്കിലേ പറ്റൂ. അതുകൊണ്ടാണ് എല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നിങ്ങളെ ഇപ്പം ഇങ്ങനെ മുട്ട പോലെ കാണിച്ച് ഇപ്പം പിള്ളേരെ പറക്കുന്നൊക്കെ ഓടിച്ച് ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ആളെ രസിപ്പിച്ച് കാശുണ്ടാക്കണം. അത് അവർ മുതലെടുക്കുന്നേ ഉള്ളൂ. മോഡേൺ തിയേറ്റേഴ്സിൽ അസിസ്റ്റൻ്റായ ഡയറക്ടറായിട്ട് ജോലി എടുക്കുമ്പോഴാണ് പ്രേം നസീർ തമിഴ് ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി സേലത്ത് വരുന്നത്. വണ്ണക്കിളി പറഞ്ഞൊരു സിനിമ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ്. പ്രേം നസീർ അന്ന് പേര് കേട്ട ഒരു നടനാണ് തമിഴിൽ. അങ്ങനെ ഞങ്ങൾ നമ്മൾ പരിചയമായി. ജ്ഞാനസുന്ദരിയാണ് മലയാളം എൻ്റെ ആദ്യത്തെ ചിത്രം. സാറിൻ്റെ ആദ്യത്തെ നായകൻ എന്ന് പറയുന്നത് നസീർ സാറാണ്. നസീർ സാർ ആ ചിത്രം സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോയി. കാരണം അതുകൊണ്ട് അടുത്ത ചിത്രമൊക്കെ കിട്ടിയത്. ഞാൻ സെറ്റിലേക്ക് വരുന്നു, ഇവരും വന്നു, പതുക്കെ എല്ലാം വന്ന് സെറ്റിലിരുന്ന് സിഗരറ്റ് വലിക്കുകയാണ്. സംവിധായകൻ എന്ന നിലയ്ക്ക് എനിക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഈ ക്യാമറ മുൻപിൽ നിൽക്കുന്നത് നമ്മളുടെ വർക്കാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഐ കൺസിഡർ ഒരു അമ്പലത്തിലെ ഗർഭഗ്രഹം മാതിരിയാണത്, സാങ്ക്ടം സാങ്ക്ടോറം. അപ്പോൾ അതിൻ്റെ പരിശുദ്ധി നമ്മൾ കീപ്പപ്പ് ചെയ്യണം. അതുകൊണ്ട് സിഗരറ്റ് രണ്ടുപേരും പുറത്ത് പോയി വലിച്ചിട്ട് വരിക, ഞാൻ അതവരോട് വെയിറ്റ് ചെയ്യാമെന്നാണ്. പ്രേം നസീർ സ്പോർട്ടീവായിട്ടെടുത്ത് സിഗരറ്റ് താഴ്ത്തിട്ട് ചവിട്ടി തിക്കുറിശ്യം ചെയ്തു. മലയാള സിനിമയിലെ ആദ്യ താരപദവി നേടിയ തിക്കുറിശ്ശി സുകുമാരൻ നായരാണ് ചിറയൻകീഴ് അബ്ദുൽ ഖാദർ എന്ന പേരിനു പകരം പ്രേം നസീർ എന്ന് അദ്ദേഹത്തെ നാമകരണം ചെയ്തത്. കംഫർട്ടബിളാണ് വർക്ക് ചെയ്യാൻ. കാരണം നമ്മൾ എന്ത് പറയുന്നതിന് കൂടെ എസ് നമ്പർ എങ്ങനെ വേണം, എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഈസ് പ്രിപ്പയർഡ് ടു ഡു ഇറ്റ്, നെവർ ക്വസ്റ്റ്യൻസ്. ലോറിയിൽ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് വന്നിട്ട് ഷൂട്ടിങ്ങിന് വരുന്ന കാൻ യു ഇമാജിൻ സൂപ്പർ സ്റ്റാർ ലോറി കയറി വന്ന് ഊട്ടിയിൽ പണിതിരാത്ത വീട്. ഈ സൂപ്പർ ഞങ്ങൾ ചേലക്കരയിൽ ഷൂട്ടിങ്ങിന് പോയി, റബ്ബർ എസ്റ്റേറ്റിൽ. അവിടെ ഒരു ചെറിയ ഷെഡുണ്ട്. ഊണ് കഴിഞ്ഞ ഉടനെ ആടെ ഒരു ഭാഷയും ബെഞ്ചിൽ കിടന്നു, ഉമ്മർ ഈ ചെയറിലും കിടന്നു. പ്രേം നസീർ വന്ന് തോർത്തെടുത്തിട്ട് താഴത്ത് ഇട്ടിട്ട് കിടന്നു. മൂർത്തി എൻ്റെ അനുജൻ, അവനുള്ള പ്രൊഡ്യൂസർ ഓടി, നസീർ സാർ ഇവിടുന്ന് എനിക്ക് നമുക്ക് അവിടെ പോകാം, അടുത്ത ഹോട്ടലുണ്ട് വിൽക്കോ തരണം. എന്തിനാ മൂർത്തി, ഇത് AC യുടെ സുഖമുണ്ട്, ഇതല്ലേ കടപ്പ സ്റ്റോണല്ലേ, എന്ത് തണുപ്പാണോ അറിയോ. പല പ്രൊഡ്യൂസേഴ്സിനും ബാലൻസ് ധാരാളം അവർക്ക് കൊടുക്കാനുണ്ട്. അവർ അതുകൊണ്ട് കോൾ ഷീറ്റ് തരില്ല, ഡബിങ് തരില്ല എന്നൊന്നും പറയില്ലല്ലോ. ഈസ് ദ മോസ്റ്റ് ഹംബിൾ. '62 ഞാൻ ഡൽഹിയിൽ നിന്ന് നാഷണൽ സ്കൂൾ ഡ്രൈവിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ ആദ്യം അഭിനയിക്കാമെന്ന് സത്യത്തിൽ മൂടുകൊടുത്തിനായിരുന്നു. ശോഭന പരമേശ്വരൻ നായരുടെ ആയിരുന്നല്ലോ ഈ നെടുമുടിഞ്ഞ കാൽപ്പാടികൾ, അവർ വളരെ അടുപ്പമുള്ളവരാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സെറ്റിൽ വെച്ച് അവർക്ക് വേണ്ടിയിട്ട് മേക്കപ്പ് ടെസ്റ്റ് എടുക്കാൻ പോയതാണ്. അപ്പോൾ നസീറും ഷീലയുമായിട്ട് ഏതാണ്ടൊരു സീൻ അഭിനയിച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ടെസ്റ്റ് എടുത്ത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് തിരിച്ചത് സ്റ്റുഡിയോ നിന്ന് പുറത്തു വന്നേ. തമ്മിൽ കുറച്ചൊരു മാനസികമായിട്ട് അടുപ്പമുള്ള ആളുകൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ അതൊരു സുഖമാണ്, ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കും. അപ്പോൾ ഇദ്ദേഹമായിട്ടുള്ള എല്ലാ സിനിമയിലും തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാൻ ഒരു പ്രോത്സാഹനത്തോടു കൂടിയുള്ള അപ്രോച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ. നീ എന്നെ കാലിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കാത്തതിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം. നമ്മളൊക്കെ ഉയരോടെ ഇരിക്കുമ്പോൾ അത് വേണ്ട. നിന്റെ പണ്ടത്തെ കാലം ആയിരുന്നെങ്കിൽ നിന്നെ ഇറക്കി വിടായിരുന്നു. പക്ഷേ ഇന്ന് നീ ഒരു ജഡ്ജിയാണ്. പബ്ലിക് റോഡ് വെച്ച് റൗഡികളോട് തല്ലുകൂടുന്നത് നിന്റെ അന്തസ്സിന് പറ്റിയതല്ല. എനിക്കിതുപോലെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അദ്ദേഹവും ഞാനും കൂടെ അഭിനയിക്കാത്ത പടത്തിൽ പോലും ഈ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ കാരണക്കേടി അയച്ചു കളയും, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്.
അതെ അതെ. എനിക്കെന്തെന്ന് വെച്ചാൽ ടിപ്സ് തരാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ കുറേ കൂടെ നന്നാകും. ഈ രസരാജൻ എന്ന് പറയുന്ന ശൃംഗാരമാണല്ലോ. അപ്പോൾ ശൃംഗാരത്തിൻ്റെ കുഴിയിൽ ചാടിയിട്ട് അദ്ദേഹം കുറേ അധികം റോൾസ് അങ്ങനെ അഭിനയിച്ചു എന്നുള്ളതല്ലാതെ. ഇത്രയും പടങ്ങൾ അഭിനയിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ MT വാസുദേവൻ എഴുതിയ ഒരു പടമുണ്ട്, ഇരുട്ടിൻ്റെ ആത്മാവ്. ഇരുട്ടിൻ്റെ ആത്മാവിൽ ആ വേലായുധൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള റോളാണ്. ഞാൻ സാധാരണ അന്നൊക്കെ ഈ മരം ചുറ്റി പ്രേമത്തിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ, അതാ നായികം പിടിച്ചോണ്ട് ഇങ്ങനെ മരത്തിൻ്റെ ചുറ്റും ഓടുന്നതാണെന്ന്. അന്നത്തെ പടങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു. കാരണം ആൾക്ക് കാണുന്നത് അതാണ് ഇഷ്ടം, കൂടുതൽ ഔഡിയേറ്റും അടിയും പിടിയൊക്കെ ഉള്ളത്. ഇരുട്ടിൻ്റെ ആത്മാവ് ഇങ്ങനെ എന്നെ ക്ഷണിച്ചെന്ന് ആദ്യം ഞാൻ അയ്യോ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇത് എങ്ങനെയാ ഞാൻ സാധാരണ ചെയ്യുന്ന റോളല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടും വളരെ നിർബന്ധിച്ചു. MDയും അതിൻ്റെ ഡയറക്ടർ മിസ്റ്റർ P. ഭാസ്കരൻ, അത് രണ്ടും വളരെ നിർബന്ധിച്ചില്ല. നസീറിന് അത് പറ്റിയ ഒരു ആക്ടിങ് സ്കോപ്പും ഒരു ആക്ടർ എന്നുള്ള പേരെടുക്കാനും പറ്റിയ ഒരു പടമാണിത്. കംപ്ലീറ്റ് മറ്റൊരു നസീർ ഡൺ വെൽ. വളരെ സന്തോഷം മനസ്സിൽ തോന്നി, അത് ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒരിക്കലും ഒരു മത്സര ബുദ്ധി ഉണ്ടായിട്ടില്ല? അയ്യോ ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും എൻ്റെ ആവശ്യം വന്നിട്ടില്ല. സത്യമാഷും ഒന്നുമില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. കൂടെ അഭിനയിക്കുന്ന നടൻ എന്നുള്ളതിന് പകരം സാർ സംവിധായകൻ്റെ വേഷം ഇട്ടപ്പോൾ അത് ഇത്രയും അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ആ വിമാനാപകടത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ താനും തൻ്റെ കുടുംബവുമായിരുന്നു എനിക്കൊരാശ്വാസം, താങ്ങും തണലും. അതും കൂടി നഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ഹി ന്യൂ ഹിസ് ഡ്യൂട്ടി. നസീറിൻ്റെ അടുത്ത് എനിക്ക് അധികം തിരുത്തേണ്ടി വന്നിട്ടില്ല. ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ക്യാരക്ടറൈസേഷന് വല്ല ചലനവും വന്ന് പോയെങ്കിൽ വല്ലതും പറയേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ. പുതുമുഖ നടന്മാരോട് പൊതുവെ എങ്ങനെയായിരുന്നു അദ്ദേഹം ഈ വരുന്ന നടന്മാരോട് മാത്രമല്ല, ഈ വരുന്ന എല്ലാ ആളുകളോടും വളരെ സൗമ്യമായിട്ട് സ്നേഹമായിട്ട് പെരുമാറുന്ന ആളായിരുന്നു. ഞാനൊരു ഈശ്വര ഭക്തനാണ്. സർവത്തിനും കാരണഭൂതനായിട്ടുള്ള കോടാനുകൂടി പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിൽ ഉൾക്കൊള്ളുന്ന എല്ലാ ജീവചരാചരങ്ങളെയും സൃഷ്ടിച്ച ആ ദൈവത്തിനെ മനസ്സിൽ ധ്യാനിക്കാണ്ട് അതിനുള്ളിലുള്ള നസീർ സാറിനെ പറ്റി പറയാൻ കേരളത്തിലെ നാടകരംഗത്ത് ആകാര സൗഷ്ഠവും അല്ലെങ്കിൽ ഒരു തേജസ്സും ഒക്കെ ഉള്ള ഒരു നടൻ എന്ന് പറയാൻ അഗസ്റ്റിൻ ജോസഫിനെ എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനായതുകൊണ്ട് ഞാൻ പറയല്ലേ. അപ്പോൾ നസീർ സാറിൻ്റെ വീട് നമ്മുടെ സ്റ്റെല്ല മോറിസിൻ്റെ തൊട്ടടുത്ത്. അവിടെ പോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ നസീർ സാർ പെട്ടെന്ന് ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടി വന്നപ്പോൾ മുത്തയ്യ സാറിനോട് എന്ത് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നപ്പോൾ ഇരിക്കുന്നു. അയ്യോ ഇത് ആരാ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അതിശയത്തോടുകൂടി പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഡ്രാമ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് കാശ് ചോദിച്ചാൽ കിട്ടില്ല, അതുകൊണ്ട് പേപ്പർ വിറ്റിട്ട് ആ പണം കൊണ്ടാണ് ഞാൻ ഡ്രാമ കണ്ടതെന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മശക്തിയും ആ എളിമയും ഏത് നസീർ സാറിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ ആ പെരുമയും കണ്ടിട്ടാണ് ഞാൻ രോമാഞ്ചം കൊണ്ടത്. നസീർ സാറിനുള്ള ഏറ്റവും വലിയൊരു ഒരു ഇത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അകാര സൗഷ്ഠവമുള്ള ഒരു സുന്ദരനായ, എന്തുകൊണ്ടും സുന്ദരനായ ഒരു വ്യക്തിയായിരുന്നു. പാടാനൊക്കെ കുറച്ചുകൂടിയൊക്കെ കഴിവുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ സത്യം മാഷേക്കാൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പാടുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത് നസീർ സാറൊക്കെ. ഞാൻ പാടിയതാണെന്ന് ആരും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. ഇത് യേശുദാസ് പാടുകയാണെന്നല്ല പറയണത്, നസീർ സാർ പാടുകയാണെന്ന് തന്നെയാണ്. തരംഗവും ഇണയെ തേടും രാവിൽ നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രമെഴുതും നീലാവിൽ നീയും ഞാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരവും
കായലിലെ ഓ ഓ കാറ്റിന്റെ കൈകളിലെ ഓ ഓ കളിച്ചിരി മാറാത്ത കന്നിയോളമേ കാണാക്കൂടം നിറയെ കക്കയോ കവിതയോ കറുത്ത പൊന്നോ. 1000 പാദസരങ്ങളുടെ ഇതിൽ ഞാൻ പോലും എൻ്റെ ഞരമ്പുകൾക്ക് വേണ്ടി ബലപ്പെട്ടിട്ടില്ല. അദ്ദേഹം പാടുമ്പോൾ ആ ഞരമ്പ് പോലും വരുന്നതായിട്ട് കാണാം. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ. ഇമാജിനേഷനിൽ ഏതൊരു ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഏതൊരു ഇതിനും ഒരു മുസ്ലിം ആണെങ്കിൽ പോലും, ഞാൻ ജാതി പിരിച്ചു പറയണമല്ല, ആ അകാര സൗഷ്ഠവത്തിൻ്റെ പുറത്ത് കൃഷ്ണനായിട്ടും രാമനായിട്ടും സെലക്ട് ചെയ്ത് അഭിനയത്തിൽ ഒരു സ്ത്രീയുമായിട്ട് സല്ലാപം കാണിക്കുന്നതാണ് ഏറ്റവും വലിയ ആക്ടിങ്. അതിൽ ഏറ്റവും മന്നനായിരുന്നു. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. പിന്നെ ഒന്ന് അനുഗ്രഹീതനായിരുന്നു. എത്ര എത്ര കൃഷ്ണനെ പോലെ തന്നെ, കൃഷ്ണനായിട്ട് ആക്ട് ചെയ്തെങ്കിലും കൃഷ്ണനെ പോലെ തന്നെ എത്രയോ ഗോപസ്ത്രീകളുമായിട്ട് അദ്ദേഹത്തിന് ആക്ട് ചെയ്യാനും ഒത്തു. അങ്കനമാർ മൗലേ അംശുമതി ബാലേ അനംഗ കാവ്യകലേ ഇതിലേ 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 അങ്കനമാർ മൗലേ അംശുമതി ബാലേ. അന്നത്തെ കാലത്തൊന്നും ഈ പഞ്ചിയ വലിച്ചു നീട്ടുക, ലിപ്പ് വന്നില്ലെങ്കിൽ ഇങ്ങടാക്കുക, ഇതുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലെന്ന് ഓർത്തോളണം. ആ കാലത്ത് അത് എത്രത്തോളം അവർ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തു എന്നുള്ളതിനാണ് ഒരു ശരിയായ കലാകാരൻ്റെ സ്ഥാനം നമുക്ക് നൽകാനൊക്കെ ഒന്ന്. ഞാൻ ഫിലിം ജേർണലിസ്റ്റായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് 2 പക്ഷമാണ്, സത്യൻ പക്ഷവും പ്രേംനസീർ പക്ഷവുമാണ്. ഞങ്ങൾ ജോലി സ്ഥലത്ത് എല്ലാവരും കൂടെ കൂടി നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെ പോയാൽ കൂലി കൂടുതൽ ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതാരോ കൈമണിയിലോടെ ചെന്ന് പറഞ്ഞു കാണും. ആര് പറഞ്ഞാലും ഇല്ലേലും ഇങ്ങനെ പോയാൽ കൂലി കൂടുതൽ ചോദിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. യൂണിയന്റെ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്.
ഭാവനയോടെ ആണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. അല്ല ഒരിക്കലും ഒരു സീനിയർ ആർട്ടിസ്റ്റ് നിലയ്ക്കല്ല. സ്വന്തം പരിമിതികളെക്കുറിച്ചും സ്വന്തം സാധ്യതകളെക്കുറിച്ചും ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നടനാണ് അദ്ദേഹം. പരിപൂർണമായിട്ട് 100% സംവിധായകനെ വിശ്വസിക്കുന്ന ആളാണ്. വന്നു എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അത് ഇന്നതാണ്, അത് ചെയ്യുക, അത് കുറ്റവും കുറവുണ്ടേ പറഞ്ഞോണം, മാറ്റി ചെയ്യും എന്നുള്ളതല്ലാതെ അതിനകത്ത് ഇടപെടുകയോ അല്ല ഞാൻ എന്താ ഇങ്ങനെ ഈ ഒരു മനോധർമ്മം ഞാൻ പ്രയോഗിക്കട്ടെ എന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്തുള്ള സിനിമകളിൽ, ഉദാഹരണമായിട്ട് മുറപ്പെണ്ണ്, നഗരമേ നന്ദി, ഭാർഗവി നിലയം, ഇരുട്ടിൻ്റെ ആത്മാവ്, ഈ സിനിമകളിലൊക്കെ അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായ, അത് ഇരുത്തം എന്ന ഏതൊരു നടന്മാരോടും കിടപിടിക്കാവുന്ന അഭിനയ രീതിയാണ് അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ളത്. മാന്യത എന്ന് പറയുന്നതും സഹജീവി സ്നേഹം എന്നൊക്കെ പറയുന്നതും ഒക്കെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചോളം ഒരാളത് ഭാവിക്കുന്നതും ശരിക്കുള്ളതും തമ്മിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇദ്ദേഹം 100% മാന്യനായിരുന്നു. അദ്ദേഹം സഹായിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹം പറഞ്ഞല്ല നമ്മളറിയുന്നത്, സഹായിക്കപ്പെട്ടവർ പറഞ്ഞാണ് അറിയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഇത്രയും വർഷം നായകനായി അഭിനയിച്ചു. ഈ കിട്ടിയ പണമൊക്കെ സ്വരുക്കൂട്ടി വെച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ധനവാൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നേനെ. പക്ഷേ ഈ കിട്ടിയതിൻ്റെ നല്ലൊരു പങ്ക് ആരോടും പറയാതെ, ഈ ഇടത് കൈ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന് പറയുന്ന അതേ സ്വകാര്യതയോടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് ആകാരമായിരുന്നു, ശരീരം. ഏത് വേഷം കിട്ടിയാലും നല്ല രസമായിരിക്കും കാണാൻ. മുണ്ടും ഷർട്ടും ഇട്ടാലും, ഇനി ബനിയനും ലുങ്കിയായാലും, അല്ലെങ്കിൽ ഒരു പാൻറ്റും ഷർട്ടും ആയാലും, ഇനി വടക്കൻ പാട്ടുകളിലെ കഥാപാത്രമായാലും പുരാണത്തിലെ എന്തെങ്കിലും കഥാപാത്രമായാലും ഒക്കെ ഏത് വേഷം ഇട്ടാലും ചേരുന്ന ഒരു ആകാരം. എനിക്കാണെങ്കിൽ അദ്ദേഹമായിട്ട് സിനിമയൊന്നും ഞാൻ ഒരുമിച്ച് എടുത്തിട്ടില്ല, പക്ഷെ കണ്ട് പരിചയമുണ്ട്, അവിടെ ഇവിടെയായിട്ട് കണ്ട് ശീലം. അപ്പോഴൊക്കെ എത്രയോ വർഷങ്ങളുടെ പരിചയമുള്ള ഒരു സൗഹൃദത്തിൻ്റെ രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇത്രയും വളരെ താഴ്മയോടുകൂടി ഒരു സ്നേഹപൂർവ്വമുള്ളൊരു പെരുമാറ്റം, അത് വളരെ അപൂർവമായിട്ട് ഈ താരങ്ങളൊക്കെ ആവുന്നവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയുള്ളൂ. വലിയ ചിട്ടയും പ്രൊഫഷണാലിസവും സൂക്ഷിച്ചിരുന്ന ഒരു നടനായിരുന്നു അദ്ദേഹം. അവൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ട്രെയിനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോട്ടുണ്ട്, അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. മരണം വരെയും ആ സൗന്ദര്യവും ആ രൂപഭദ്രതയൊക്കെ സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്. ഒരു സമയം ഞാൻ ചില അന്വേഷണങ്ങൾ മദ്രാസ് നടത്തി നോക്കി, പ്രൈം മിനിസ്റ്ററിനെ വിളിച്ചാൽ വരുമെന്ന് സ്വയംവരം ചെയ്യുമ്പോൾ. അതും മധുവിനെ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ്, നമ്മൾ സ്ക്രിപ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. നമ്മൾ നേരിട്ടല്ല, നമ്മുടെ ഒരു പ്രൊഡക്ഷൻ മാനേജർ മദ്രാസിലുണ്ടായിരുന്നു. അയാളുടെ ഞാൻ പറഞ്ഞൊന്ന് അന്വേഷിക്കണം, ഇങ്ങനെ പുതിയൊരു പടത്തിൽ വരുമോ എന്ന് പറഞ്ഞിട്ട്. അയാൾ വിളിച്ച് പറഞ്ഞാൽ പുതിയ പടത്തിലൊന്നും പോകാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറയും. ശരിക്കും അന്വേഷിച്ചിട്ടാണോ പറഞ്ഞതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പ്രേം നസീർ ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കുന്നത് 1975 ഞാൻ വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. കലാസാംസ്കാരിക പ്രവർത്തനങ്ങളായിരുന്നു ഞങ്ങളുടെ ആക്ടിവിറ്റീസ്. പിൽക്കാലത്ത് 1982 ഞാൻ അസംബ്ലി ഇലക്ഷൻ നോമിനേഷൻ കൊടുത്തിരുന്നു. പ്രേം നസീർ ഫാൻസ് അസോസിയേഷൻ്റെ പേരിൽ 1982 നോമിനേഷൻ കൊടുത്തപ്പോൾ നസീർ സാർ എന്നോട് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. അതുപ്രകാരം ഞാൻ പിൻവലിക്കുകയും ചെയ്തു. രാഷ്ട്രീയം ഇപ്പോൾ വേണ്ട, കലാസാംസ്കാരികമായിട്ട് തന്നെ പ്രവർത്തനം തുടരട്ടെ, കുറച്ച് ജീവകാരുണ്യവും അതോടൊപ്പം തന്നെ നടത്തണം എന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ് പിൽക്കാലത്ത് ഞങ്ങൾ പ്രവർത്തിച്ചത്. നസീർ സാറും ഞാനും തമ്മിലുള്ള ബന്ധം വളരെ അപൂർവമാണ്. പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുമ്പോൾ ഒരു ആരാധന നിലയിൽ ഫോട്ടോ ആവശ്യപ്പെട്ട് അദ്ദേഹം കത്തയച്ചു. അങ്ങനെയാണ് ആദ്യം സാറ് പരിചയപ്പെടുന്നത്.
അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഫോട്ടോ സഹിതം അദ്ദേഹത്തിന് മറുപടി വന്നു. ആദ്യമായി തിരക്കഥ എഴുതാൻ പറ്റും 24-ാമത്തെ വയസ്സിൽ മെരിലാൻഡിൽ. അപ്പോൾ എല്ലാവരും സുബ്രഹ്മണ്യം മുതലാളി എന്ന് വിളിക്കുന്ന പ്രശസ്ത നിർമ്മാതാവ് പി സുബ്രഹ്മണ്യം നസീർ സാറിനോട് പറയുന്നു, ഒരു എഞ്ചിനീയർ പയ്യൻ കഥ എഴുതാൻ വന്നിട്ടുണ്ട്, അപ്പോൾ തൽക്കാലം താങ്കളുടെ റൂമിൽ താമസിപ്പിക്കട്ടെ. അദ്ദേഹം സമ്മതിക്കണം. അങ്ങനെ 15 ദിവസം പ്രേംനസീർ എന്ന അന്നത്തെ സൂപ്പർ താരത്തിന് റൂംമേറ്റായിട്ട് ആദ്യമായി തിരക്കഥ എഴുതാൻ വന്നാൽ ഞാൻ താമസിക്കും. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ആരാണ് പ്രേംനസീർ എന്ന് മനസ്സിലാകും. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഫോട്ടോ ആവശ്യപ്പെട്ട് എഴുതിയ ഞാൻ കഥ എഴുതിയ ഞാൻ 33-ാമത്തെ വയസ്സിൽ നിർമ്മാതാവ് സംവിധാനം തീരുമാനിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഉപദേശപ്രകാരമാണ് ചട്ടമ്പിക്കലാണ് സിനിമ എടുത്തത്. ആ സിനിമ എടുത്ത് വിജയിച്ചതിന് 2 പടത്തിൻ്റെ നഷ്ടവും അതിൽ നികത്തി. എത്ര പണം തരണം എന്ന് ചോദിച്ചാൽ പടം നമുക്കുണ്ട് പറ. നമ്മുടെ പ്രീവിയസ് പിക്ചറിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് അന്വേഷിക്കും. നല്ല റോഡുകയാണെങ്കിൽ റേറ്റ് പറയും. ആ പടം നമുക്ക് അത്ര മോശമാണ് എന്ന് കണ്ട അദ്ദേഹം പറയും, തമ്മിയുടെ ബഡ്ജറ്റിനനുസരിച്ച് എന്ത് തരാൻ പറ്റും നോക്കൂ അത്രയും. അങ്ങനൊരു നായക നടനെ പിന്നെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ആധിപത്യ സമയത്ത് ഈ 3 നായകന്മാരാണ്. മോഹൻലാൽ ഇന്നലെ വന്ന പയ്യൻ, അയാളും നായകനാണോ, എനിക്കും നായകനും ഈക്വലാണ് റോള്, അങ്ങനെയൊന്നും ചോദിച്ചില്ല. കൊള്ളാം, ആ ക്യാരക്ടർ ചെയ്യുന്നു മോഹൻലാൽ, ആ കൊള്ളാം, നന്നായിരിക്കും എന്ന് മാത്രമല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം, ജയൻ സിനിമാ രംഗത്ത് വന്ന് അങ്ങനെ ഉയർന്നു തുടങ്ങിയ സമയത്ത് ഞാൻ്റെയൊക്കെ കാലം കഴിയാറായില്ലേ, അവരൊക്കെ വരട്ടെ. ഇപ്പോൾ നിങ്ങൾ രക്ഷിച്ചില്ലേ, അതിന് ചുരുങ്ങിയതൊരു 15 ഇടിയെങ്കിലും ഞാൻ കൊണ്ടു കാണും. ഒരിടിക്ക് $10 വെച്ച് $180 സർവീസ് ചാർജായി കിട്ടണം. ഐ സി. മിസ്റ്റർ സുരേഷ്, എന്നെ സഹായിച്ചതിന് പ്രത്യേക കാരണം വല്ലതും? ഒരു കാരണം എനിക്ക് ആവശ്യമില്ല. ഇതാണ് എന്റെ ജോലി. ജോലിയോ? അതെ. ഞാൻ നിങ്ങളോട് എന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ലല്ലോ. എൻ്റെ പ്രായത്തിൽ പടയോട്ടത്തിലെ നായകൻ്റെ വേഷം അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അവാർഡ് കിട്ടുന്നത്. അദ്ദേഹം അഭിനയിച്ചിരുന്ന കാലത്ത്, അദ്ദേഹം മലയാള സിനിമയിൽ ഒരു മാർഗദർശിയെ പോലെ ജീവിച്ചിരുന്ന കാലത്ത് 10% പടങ്ങൾ പോലും ഫ്ലോപ്പായിട്ടില്ല. 90% കോസ്റ്റ് മുതലാക്കുമായിരുന്നു. മലയാള സിനിമ വ്യവസായത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതുമ്പോൾ തീർച്ചയായിട്ടും പ്രേംനസീർ മുമ്പും പിൻപും എന്ന് എഴുതിയേ പറ്റും. 1983 പത്മഭൂഷൺ നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. 1986 ദേശീയ ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാനായിരുന്നു. ആ വർഷത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സുവർണ കമലം ജി അരവിന്ദന്റെ ചിദംബരം എന്ന സിനിമ നേടുന്നത്. അങ്ങനെ ഒരു വാക്കിൽ അദ്ദേഹത്തിനെ പറ്റി പറയാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ഒരു നല്ല മനസ്സുള്ള മനുഷ്യരെ കാണുവെച്ചാലേ വളരെ ബുദ്ധിമുട്ടാണ്. ആ സൗന്ദര്യം മാത്രമല്ല കേട്ടോ, ഗുണം സ്വഭാവം കൂടി അതാണ്. ചിലരൊക്കെ സൗന്ദര്യം വെച്ച് കളിക്കും, പക്ഷേ ഇദ്ദേഹം കളിച്ചിട്ടില്ല. സൗന്ദര്യത്തെ സിനിമയിൽ യൂസ് ചെയ്തിട്ട് ഗ്ലാമർ ഹീറോ നസീർ അങ്ങനെയാണ് കൊണ്ടുവന്നത്. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നസീർ സാറാണ്. എൻ്റെ ആദ്യത്തെ പടത്തിൽ അദ്ദേഹം സത്യൻ സാർ, അന്നത്തെ സൂപ്പർ സ്റ്റാർസ് അവർ 2 പേരാണ്. അന്ന് സത്യൻ സാർക്ക് ഒരു 50 വയസ്സ് കാണും, നസീർ സാറിന് ഒരു 40 ഇയേഴ്സ് കാണും, എനിക്കൊരു 20 വയസ്സ്. അങ്ങനെ സൂപ്പർ സ്റ്റാർസിൻ്റെ നടുവിൽ 2 ടൈഗേഴ്സ് പോലാണ്. എന്നിട്ട് ഒരു മാൻ കുട്ടിയെന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നു ഞാൻ. ഭയപ്പെടാതെ ധൈര്യമായിരേ. അങ്ങനെ സത്യൻ സാർ, നസീർ സാർ ഭയപ്പെടാതിങ്ക ധൈര്യം. ഇതാണ് 2 പേർക്ക് വ്യത്യാസം. അപ്പൊ അമ്മുക്കുട്ടിയെ എങ്ങനെ എനിക്ക് കാണാൻ പറ്റുക? എനിക്കൊന്നുമില്ല. അമ്മുക്കുട്ടി,
അമ്മുക്കുട്ടി. കൈ അപ്പടി അഴുക്ക. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടിയതിന് അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആ ക്യാരക്ടറോടെ കംപ്ലീറ്റ് ഇൻവോൾവ്മെൻറ്റ്. MT വാസുദേവൻ നായരുടെ ഇരുട്ടിൻ്റെ ആത്മാവ്, അസുരവിത്ത്, മുറപ്പെണ്ണ്, നഗരമേ നന്ദി, നിഴലാട്ടം തുടങ്ങിയ തിരക്കഥകളിലൂടെ പ്രേം നസീർ എന്ന നടൻ്റെ പുനർജന്മമാണ് പ്രേക്ഷകർ കണ്ടത്. അവർ ഏത് മതം, ഏത് ജാതി, ഏത് ഭാഷ ഒന്നും നോക്കില്ല. ഒരാൾ വന്ന് സാർ ഇങ്ങനെയാണ് സാർ, നമ്മൾ ഈ കൈ കരിയില്ല, ഇങ്ങനെ. ഗ്രേറ്റ്. ഞാൻ പല പ്രാവശ്യം വാച്ച് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും വരുന്ന സ്വഭാവം അല്ല. അത് ക്ലീൻ ലൈഫാണ്. ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ആരെയും കരയിപ്പിച്ചിട്ടില്ല. പക്ഷേ ലാസ്റ്റ് ഡേയ്സിലാണ് സുഖമില്ലാതെ പോയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയതാണ്. ഇവിടെ സാർക്ക് എന്നെ മനസ്സിലായില്ല. ആ സ്റ്റേജിലാണ് സാർ. എനിക്ക് സങ്കടം തോന്നി. എന്നിട്ട് അവിടെ കൺട്രോൾ ചെയ്തിട്ട് പുറത്തേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു, എമോഷണലായിപ്പോയി. നസീറിൻ്റെ സഹോദരി പറയും, ഷാനവാസിൻ്റെ ഭാര്യ ആയിഷയുടെ ഉമ്മ പറയും, അവരെ പേര് വന്നിട്ട് സുലൈഖ. അമ്മയില്ലാതെ അവനെ ഞാൻ നെഞ്ചിക്കടത്തി വളർത്തിയാണ്. തലകറക്കം പോലെ വന്ന് കാലത്തെ അഴിച്ച് ഒരു കൈ ഷർട്ടിട്ടു, ഒരു കയ്യിൽ ഷർട്ടിടാൻ പോയപ്പോൾ എന്തോ വല്ലാതെ വരണമെന്ന് പറഞ്ഞ് അപ്പം തന്നെ മോൻ വേഗം കാറെടുത്തു ഡാഡിയെ കയറ്റി വിജയാശുപത്രി കൊണ്ടുപോയി. പക്ഷെ അവിടെ പറയുന്നത് കേട്ടത്, അവിടെ ഒരു നേഴ്സ് 5-ാം മണി കുളിച്ചിട്ട് വന്നു, അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായി എന്നാണ് കേട്ടത്. മണിക്കൂർ തോറുമാണ് മരുന്നുകൾ, മെഡിസിൻ വന്നുകൊണ്ടിരുന്നത്. അതുവരെയുള്ള അവരെ എല്ലാ ഹാപ്പിയും പോയി. ഒരു ജീവിതത്തിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ആയിപ്പോയി. എപ്പോഴും പറയുമായിരുന്നു, ഞാനിനി എന്തിനാ ജീവിച്ചിരിക്കണം. അദ്ദേഹത്തിൻ്റെ പടം ഇട്ട് കണ്ണീരിങ്ങനെ ഒഴുകും. നമ്മളൊരു സാധാരണ മനുഷ്യരാണ്. നമ്മൾ ഏത് ലെവൽ എത്തിയാലും പക്ഷേ there is end. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആണിക്കല്ലായിരുന്നു. ലിയാക്കയെ പോലെ ഒരാളിനി വേണമെങ്കിൽ ഇനി ഒരു ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിൽ ചിലപ്പോൾ ഒരാളുണ്ടായെന്ന് വരാം. 2013 ഇന്ത്യൻ സിനിമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പുകളിൽ ഇടം കണ്ടെത്തിയ ഏക മലയാളി പ്രേം നസീർ ആയിരുന്നു. ജനുവരി 16-ാം തീയതി തൻ്റെ 61ാമത്തെ വയസ്സിൽ വിധി അദ്ദേഹത്തെ നമ്മിൽ നിന്ന് വേർപെടുത്തി. മലയാളിയുടെ മനസ്സിൽ എന്നുമെന്നും ജീവിക്കുന്ന നിത്യഹരിത നായക, താങ്കൾ ഞങ്ങളുടെ ദേവനായകനാണ് എക്കാലത്തെയും. ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി, ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളും